തലവൻ ആനന്ദ് തേവരക്കാട്ടും ശരത് പെരുമ്പാവൂരും ചേർന്ന് രചിച്ച് ജിസ് ജോയ് സംവിധാനം ചെയ്ത് ബിജു മേനോൻ, ആസിഫ് അലി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ തലവൻ എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്ന്. ജയശങ്കർ, കാർത്തിക് എന്നീ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ കഥയാണ് തലവൻ. അതിലൊരാളെ സാരമായിട്ട് ബാധിക്കുന്ന ഒരു ക്രൈം ഉണ്ടാകുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. തുടക്കത്തിലെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ഒക്കെ വേണ്ടി ഒരല്പം സമയം എടുക്കുന്നുള്ളത് ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്തെങ്കിലും ആ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതോടുകൂടി പടം നമ്മളെ ഹുക്ഡ് ആക്കി നിർത്തുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. ഈ രണ്ട് കഥാപാത്രങ്ങളുടെയും ഈഗോ ക്ലാഷ് കൂടി സബ് പ്ലോട്ടായിട്ട് പറയുന്നുണ്ടെങ്കിലും അതിന് പ്രധാന കഥയിൽ വലിയ പ്രാധാന്യമോ ഇമ്പാക്റ്റോ ഒന്നും ഇല്ല. അനാവശ്യമായിട്ടുള്ള ഡ്രാമയൊന്നും ചേർത്തിട്ടില്ല എന്നുള്ളത് തന്നെ വലിയൊരു പോസിറ്റീവാണ്. കഥയിലും ഇൻവെസ്റ്റിഗേഷനിൽ പടം സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട്. പടം തീരുന്നത് വരെ കുറ്റവാളി ആരായിരിക്കും എന്നുള്ള ഒരു മിസ്റ്ററി നിലനിർത്താനായതും പടത്തിന്റെ മികവ് തന്നെയാണ്. ഈ അയ്യപ്പനും കോശിയും, അതുപോലെ അന്വേഷിപ്പിൻ കണ്ടെത്തും, പിന്നെ ഗരുഡൻ തുടങ്ങിയ സിനിമകളുടെ നിഴലുകൾ അവിടെ ഇവിടെയൊക്കെ കാണാനുണ്ടെങ്കിലും അതിൽ നിന്നുമൊക്കെ തികച്ചും വ്യത്യസ്തനാണ് ഈ തലവൻ. ബിജു മേനോന്റെയും ആസിഫ് അലിയുടെയും കരുത്താർന്ന പെർഫോമൻസ് സിനിമയുടെ പോസിറ്റീവാണ്. പോലീസ് വേഷം കൊടുത്താൽ നമുക്കറിയാം ബിജു മേനോൻ പൊളിക്കും. ഇത്തവണ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ ജയശങ്കർ ആയിട്ട് വളരെ നാച്ചുറൽ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ബിജു മേനോൻ നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്ഥിരം ചൂടൻ ഇമേജും അതുപോലെ ബിജു മേനോനുമായിട്ടുള്ള ഈഗോ ക്ലാഷും ഒക്കെ കുറച്ച് ക്ലീഷേ ആയിട്ട് പോകേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ പോകാതെ വളരെ മിതത്വമായിട്ട് കൺവിൻസിംഗ് ആയിട്ടുള്ള നല്ല പ്രകടനമാണ് ആസിഫ് അലിയും കാഴ്ചവെച്ചിരിക്കുന്നത്. സത്യത്തിൽ ബിജു മേനോനേക്കാൾ കുറച്ചുകൂടി സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആസിഫ് അലിയുടേത്. ഒരു ക്രൂഷ്യൽ പോയിന്റിൽ ഒരു സീനുണ്ട് കേട്ടോ. വേണമെങ്കിൽ അവിടെ ആ ഒരു ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ ആ ഒരു ഫ്രിക്ഷൻ ഒക്കെ ആസിഫിന് കാണിക്കാം. പക്ഷെ അത് കാണിക്കാതെ താൻ അത്രയും സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്ന് യാതൊരു ഡയലോഗിന്റെയും സഹായമില്ലാതെ ജസ്റ്റ് നോട്ടം കൊണ്ടും അതുപോലെ ബോഡി ലാംഗ്വേജ് കൊണ്ടും ഒക്കെ പുള്ളി കാണിക്കുന്ന ഒരു സീനുണ്ട്. അത് എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായിട്ടും കൈയടി കൊടുക്കേണ്ട പ്രകടനമായിരുന്നു അവിടെ. ഒരു കിഡ് വേഷത്തിൽ കോട്ടയം നസീറും ഈ പടത്തിലുണ്ട്. അതുപോലെ ഒരു അൺഎക്സ്പെക്ടഡ് റോളിൽ ബിലാസ് ചന്ദ്രഹാസൻ നായരും പടത്തിലുണ്ട്. മിയ ജോർജ്, ദിലീഷ് പോത്തൻ, അനുശ്രീ, ടെസ്സ, സുജിത് ശങ്കർ, ജാഫർ ഇടുക്കി, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ പടത്തിലുണ്ട്. എല്ലാവരുടെയും നല്ല പെർഫോമൻസുകളായിരുന്നു. അതുപോലെ ശരൺ വേലായുധന്റെ ക്യാമറ, സുജിത് ESന്റെ എഡിറ്റിംഗ്, ഇത് രണ്ടും നന്നായിട്ടുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് പറയാനുള്ളത് അനാവശ്യമായിട്ടുള്ള ലൈറ്റിങ്ങോ അല്ലെങ്കിൽ കണ്ണ് കഴപ്പിക്കുന്ന തരത്തിലുള്ള ക്യാമറയുടെ ഓട്ടവോ അല്ലെങ്കിൽ സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയുള്ള ഓവർ കട്ട്സ് ആൻഡ് ട്രാൻസിഷൻസോ സ്വിഷ് സൗണ്ടുകളോ അങ്ങനെയൊന്നും ഇല്ലാതെ അങ്ങനത്തെ യാതൊരു ടെക്നിക്കൽ ഗിമിക്സും യൂസ് ചെയ്യാതെ സ്മൂത്ത് ആയിട്ട് കഥ പറഞ്ഞത് വലിയൊരു ആശ്വാസമായിരുന്നു. ദീപക് ദേവിന്റെ പശ്ചാത്തല സംഗീതവും നൈസ് ആൻഡ് ക്ലാസി ആയിരുന്നു. ബട്ട് പടത്തിലൊരു പാട്ടുണ്ട്, അതിന്റെ ഒരു ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല. അതുപോലെ തന്നെ ആ ഒരു ഫൈറ്റും അനാവശ്യമായിട്ടാണ് ഫീൽ ചെയ്തത്. ചിലയിടങ്ങളിലുള്ള ചെറിയ ലാഗാണ് ഈ പടത്തിന്റെ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത്. അതും മെയിനായിട്ട് തുടക്കത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ സിനിമയുടെ ലെങ്ത് കുറച്ച് കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നി. നല്ല ക്ലൈമാക്സ് ആയിരുന്നെങ്കിലും പ്രതിനായക കഥാപാത്രത്തിന് വേണ്ടത്ര ക്യാരക്ടർ ഡെവലപ്മെന്റ് നൽകിയില്ല എന്നും ഫീൽ ചെയ്തു. പിന്നെ കഥയിൽ ഒരു ഇന്റർവ്യൂ ആൻഡ് ഫ്ലാഷ് ബാക്ക് ഒക്കെ ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ഒരു പഴഞ്ചിന ഏർപ്പാടായിട്ട് എനിക്ക് തോന്നി. അതിന്റെ ആവശ്യമില്ലായിരുന്നു സത്യത്തിൽ. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള രംഗങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ സീറ്റ് അടിച്ച അനുഭവം ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും സിനിമ നൽകുന്നില്ല. ചുരുക്കത്തിൽ ഒരു ഡീസന്റ് ക്രൈം ത്രില്ലർ ഡ്രാമയാണ് തലവൻ. എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫീൽ ഗുഡിൽ നിന്നും ത്രില്ലറിലേക്കുള്ള ജിസ് ജോയുടെ കളമാറ്റം ഇത്തവണ വിജയിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ പടം ഇറങ്ങിയ ടൈം അല്പം മോശമായോ എന്ന് എനിക്ക് സംശയമുണ്ട്. പടത്തിന് ആള് കുറവായിരുന്നു. സോ എന്തുമാത്രം വിജയിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇതിന് 4 out of 5 റേറ്റിംഗ് നൽകും. എന്റെ അഭിപ്രായമായിരിക്കില്ല നിങ്ങൾക്ക്. ഈ സിനിമ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. കഴിഞ്ഞ വർഷം വേല എന്ന് പറഞ്ഞൊരു നല്ല പോലീസ് സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അതിന്റെ ഒന്നും പിന്നെ OTT പോലും റിലീസ് ആയിട്ടില്ല. സോ വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോയി തിയേറ്ററിൽ കണ്ടോ.